जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय. ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ഭുവനേശ്വറിൽ നിന്ന് തിരിച്ച് കൽക്കട്ടയിലേക്ക് പോകുന്ന ഒരിതാണ്. അപ്പോൾ ആ ട്രെയിനിൽ പ്രഭുപാദ് കയറി. പ്രഭുപാദ് ഓവർനൈറ്റ് ട്രെയിനിൽ രാത്രി ഭുവനേശ്വറിൽ നിന്ന് കയറി രാവിലെ ആകുമ്പോഴത്തേന് കൽക്കട്ടയിൽ എത്തുന്ന ഇതാണ്. അപ്പം അതിൽ അകത്ത് കയറി രാത്രി ആയപ്പോഴത്തേന് തൊട്ടടുത്ത കൂപ്പയിൽ 2 പേരുണ്ടായിരുന്നു. അവർ ഭയങ്കര മദ്യപാനികളായിരുന്നു. പ്രഭുപാദ് ഇരിക്കുന്നതിൻ്റെ കൂപ്പയുടെ തൊട്ടപ്പുറത്തുള്ള. അപ്പം അതിൽ അവരെപ്പോഴും വെള്ളം അടിച്ചിട്ട് രാത്രി ഫുള്ള് ബഹളമായിരുന്നു. പ്രഭുപാദിൻ്റെ തൊട്ടടുത്ത ഇതിലായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ 2 ഡോക്ടർമാരാണ്. ഒരാൾ ഡോക്ടർ മുഖർജി, ഒരാൾ ഡോക്ടർ ചാറ്റർജി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളമടിച്ചിങ്ങനെ ഉറച്ച് സൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഭുപാദിന് അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ ഈ ഹൗറ സ്റ്റേഷനിലെത്തിയപ്പം പ്രഭുപാദ് ഉടനെ ഇറങ്ങിയില്ല. പ്രഭുപാദ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയില്ല. കുറച്ചു നേരം അതിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഈ ചാറ്റർജി മുഖർജി എന്ന് പറഞ്ഞാൽ ബംഗാളി ബ്രാഹ്മിൺസിന്റെ പേരുകളാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ജനങ്ങൾ എത്രമാത്രം ഇത് അധപ്പതിച്ച് വരികയാണ്. യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി എന്ന് പറഞ്ഞാൽ ഇത്ര കാലങ്ങളോളം എല്ലാവരുടെയും ഒരു ആശ്രയ സ്ഥാനമാണ്. പക്ഷെ ഇപ്പം ആൾക്കാർ ക്രമേണ ആ സംസ്കാരം നഷ്ടപ്പെട്ട് ഇപ്പം അതൊരു സീസൈഡ് റിസോർട്ടായിട്ട് കണ്ടിട്ടാണ് ആൾക്കാർ ജഗന്നാഥ്പുരിയിൽ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഹൗറ സ്റ്റേഷനിൽ നിർത്തിയ ഉടനെ തന്നെ ഈ ചായ വിൽക്കുന്ന ആൾക്കാർ ചായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി, ബീഡി സിഗരറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വിഷമിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ, അവരുടെ മുഖം അവരത്രയും ഫാളനാണ്. അവരെ കാണുമ്പോൾ തന്നെ അത് തന്നെ നമുക്കൊരു പൊല്യൂഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അവരുടെ ഇത് കാണുമ്പോൾ. അതുകൊണ്ടാണ് യോഗികളൊക്കെ ഈ ഭൗതിക ഇതിൽ വിട്ടിട്ട് ഹിമാലയത്തിലും മറ്റ് പുണ്യസ്ഥലത്ത് പോയിട്ടിരുന്ന് നാമം ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരുപാട് ഇങ്ങനെ തെറ്റായ ആൾക്കാരിൽ നിന്നുള്ള അസോസിയേഷൻ മാറിയിട്ട്. അപ്പം സത്സ്വരൂപ മഹാരാജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം മഹാരാജ് ഇങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു, പക്ഷെ എന്നാലും നമുക്ക് പ്രീച്ച് ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, അതെ പ്രീച്ച് ചെയ്യണം. പ്രീച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് അഫക്റ്റ് ആവത്തില്ല, അല്ലെങ്കിൽ അഫക്റ്റ് ആവും. ഒരു പ്രീച്ച് ചെയ്യാതെയാണ് ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പ്രീച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് മായാപ്പൂരിലേക്കാണ് പ്രഭുപാദ് പോകുന്നത്. അപ്പം പ്രഭുപാദ് ഇറങ്ങി കൽക്കട്ടയിൽ ഭയങ്കര ഇങ്ങനെ ട്രാഫിക് ജാം, ബഹളം, ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ലോഗൻസ് ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അത്രയും ബഹളത്തിനിടയിലാണ് ശ്രീല പ്രഭുപാദ് ഇറങ്ങിയത്. പക്ഷെ പ്രഭുപാദ് അത് കാണിച്ചു തന്നു. പ്രീച്ച് ചെയ്താൽ ഇതൊന്നും അഫക്റ്റ് ആവത്തില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞത് അദ്ദേഹം ഈ കൂടെയുള്ള ഡിസേബിൾസിന് ഈ ബംഗാളിലെ ഈ ബഹളം കേട്ടപ്പോൾ അവർക്കൊരു ഇത് വന്നു. പക്ഷെ പ്രഭുപാദിന് ഒരു അനക്കം ഉണ്ടല്ല. പ്രഭുപാദ് മായാപ്പൂരിലേക്ക് പോകുന്നത് ഫോക്കസ് ചെയ്താണ് പോയത്. ഒരു പ്രീച്ചറിന് ചുറ്റുമുള്ള ഒന്നും അദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് അതിൽ കാണിച്ചു. പിന്നെ മായാപ്പൂരിൽ ആ ലാൻഡിന്റെ അടുത്തെത്തിയപ്പോഴത്തേന് ദൂരെ നിന്ന് തന്നെ ആ ടെമ്പിള് കാണാൻ പറ്റി. അതിന്റെ മുകളിലത്തെ ഡോം കാണാൻ പറ്റി. അവിടെ ഈ ഗ്രൗണ്ടിലെല്ലാം പൂച്ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അത് കണ്ടു. പിന്നെ അതിന്റെ ആർച്ചിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ഏകദേശം 80ഓളം ഗുരുകുല കുട്ടികളുണ്ടായിരുന്നു. പിന്നെ 100ഓളം ഡിസൈപ്പിൾസും എല്ലാവരും കൂടെ കീർത്തനം ചെയ്തിട്ടാണ് പ്രഭുപാദിനെ ആ മായാപ്പൂർ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ പ്രഭുപാദ് നൗ വി റീച്ച് ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് എന്ന് ഇങ്ങനെ പ്രഭുപാദ് ഇപ്പം ആധ്യാത്മിക ലോകത്തിലെത്തി എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു.
ശീലപ്രഭുപാദ് അതിലൂടെ നമുക്ക് കാണിച്ചിരുന്ന ഭക്തന്മാരുടെ അസോസിയേഷൻ നമുക്ക് തിരിച്ച് ആത്മീയ ലോകത്തിൽ എത്തുന്നതിന് തുല്യമാണെന്നും പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ മാലിന്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പ്രഭുപാദ് അതിലൂടെ നമുക്ക് കാണിച്ചു.